ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. കെജ്രിവാളിനെതിരെ തെളിവില്ലെന്നും അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള അറസ്റ്റ് ജനാധിപത്യ വിരുദ്ധമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ വിമർശിച്ചു. സംയുക്ത പ്രതിഷേധത്തിന് കോൺഗ്രസ് സഖ്യകക്ഷികളുമായി ആശയവിനിമയം നടത്തി. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഒറ്റക്കെട്ടായാണ് ഇന്ത്യ മുന്നണി പ്രതികരിച്ചത്. രാജ്യവ്യാപകമായി ബിജെപി ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തു. ഭയം പിടിപെട്ട ഏകാധിപതിക്ക് ജീവനില്ലാത്ത ജനാധിപത്യമാണ് ആവശ്യമെന്ന് നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തെ ദുർബലമാക്കാനുള്ള നിയമവിരുദ്ധമായ ശ്രമമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. ഭീരുത്വമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കുറ്റപ്പെടുത്തി. കെജ്രിവാളിന്റെ വീട്ടിൽ ഇഡി നടത്തിയ പരിശോധനയിൽ 70,000 രൂപ മാത്രമാണ് കണ്ടെത്തിയതെന്നും ഇത് പിന്നീട് തിരിച്ചു നൽകിയെന്നും ആം ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജ് പ്രതികരിച്ചു. മറ്റ് തെളിവുകളോ പണമിടപാടുകളോ കണ്ടെത്തിയില്ലെന്നും സൗരഭ്. हमारे 4 टॉप लीडर्स को जेल में डाला गया है. जिस पार्टी को अमित शाह जी कहते हैं सुपारी जितनी छोटी पार्टी है, उस सुपारी जैसी पार्टी से आज इतना खतरा है कि उसके 4 शीर्ष नेता आज केंद्र सरकार ने जेल में डाले हुए हैं. इससे ये बात पूरे हिंदुस्तान को साफ होती है कि क्या इस वक्त देश के अंदर हो रहा है. और मैं एक और चेतावनी. തിരുവനന്തപുരത്തും തൃശൂരും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ബിജെപി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി ഉൾപ്പെടെ പങ്കെടുത്തു. ഇപ്പോൾ ഈ അറസ്റ്റ് നടത്തിയതിന്റെ പിന്നിൽ 2-3 കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു കാരണം RSS എന്ന ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഭരണമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിക്കാൻ മടികാണിക്കാത്ത തരത്തിലുള്ള തീവ്രവർഗീയ ശക്തികളുടെ പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. DMK, തൃണമൂൽ കോൺഗ്രസ്, CPI, സമാജ്വാദി പാർട്ടി, NCP, ശരത് പവാർ പക്ഷം, PDP തുടങ്ങിയ പാർട്ടികൾ അപലപിച്ചു. ഇന്ത്യ മുന്നണിയെ BJP ഭയപ്പെടുന്നുവെന്നും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന നടപടിക്ക് ജനം തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നുമാണ് നേതാക്കളുടെ പ്രതികരണം. അതേസമയം അറസ്റ്റ് നിയമപരമാണെന്ന് BJP ന്യായീകരിച്ചു. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാണ് BJPയുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് 24. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആർക്കെ നമ്മൾ നേരത്തെ നിർത്തിയ പോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്നലെ രാജ്യതലസ്ഥാനമൊപ്പം പലയിടത്തും കേരളത്തിലടക്കം പലയിടങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടു. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം റോസ് അവന്യൂ കോടതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് വലിയ പിന്തുണയുമായ ആം ആദ്മി പ്രവർത്തകർ സ്ഥലത്തുണ്ടാവുമല്ലോ. ഒപ്പം വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് തന്നെയല്ല ഇന്നും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BJP ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും ഇന്ന് നമ്മൾ കാണുക. തീർച്ചയായിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ് ഇന്ന് ഡൽഹി നഗരം സാക്ഷിയാകാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പല മേഖലകളിൽ നിന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ഈ ആം ആദ്മി പാർട്ടി മാത്രമായിരിക്കില്ല ഇന്ന് BJPയുടെ നേതൃത്വത്തിലും ഡൽഹിയിൽ സമരം നടക്കാനായിട്ട് പോവുകയാണ്. ഈ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ നിരത്തിലിറങ്ങാനായിട്ട് പോകുന്നത്. പണ്ട് ഉള്ള ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴൊക്കെ ഈ വിധത്തിലുള്ള പ്രത്യേകിച്ച് മനീഷ് സിസോദിയ ഒക്കെ അറസ്റ്റിലാകുന്ന സമയത്ത് ഡൽഹി ഒരു യുദ്ധക്കളമായിട്ട് മാറുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് സമാനമായിട്ട് ഉള്ള പ്രതിഷേധ പരിപാടികളാണ് ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ നമുക്ക് ഏറ്റവും അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ EDയുടെ ഓഫീസിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വൈദ്യപരിശോധന അടക്കമുള്ളവ ഇന്നലെ രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ള നടപടിക്രമങ്ങൾ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുന്നിൽ 10 മണിക്ക് മുമ്പായിട്ട് ഹാജരാക്കണം. അഥവാ 10:10 സുപ്രീം കോടതി ചേരുന്നതിന് മുമ്പ് ആ സ്റ്റാറ്റസ് കോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നടപടികളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി അദ്ദേഹം റിമാൻഡിലെന്നോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലെന്നോ അഥവാ ED കസ്റ്റഡിയിലെന്നോ ആകുന്ന വിധത്തിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം.
അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. ഞാനീ നിൽക്കുന്നത് ഈ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോസ് അവന്യൂ കോടതിയിലോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലാണ്. അവിടേക്ക് ഉള്ള യാത്രാ സൗകര്യങ്ങൾ അഥവാ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. മാധ്യമങ്ങളുടെ വാഹനങ്ങൾ അടക്കമുള്ളവ തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ വരാനായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാകാം പോലീസിനെ സംബന്ധിച്ച് അവർ ഈ അങ്ങോട്ടേക്കുള്ള യാത്ര റോസ് അവന്യൂ കോടതിയിലേക്കുള്ള യാത്ര ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത് ITO ആണ്. ഡൽഹിയിലെ ITO എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ പ്രധാനപ്പെട്ട ഇടമാണ്. ഇവിടെ നിന്നാണ് ഏതാനും മീറ്ററുകൾക്ക് അകലെ റോസ് അവന്യൂ കോടതി സ്ഥാപിച്ചിട്ടുള്ളത്. അവിടേക്ക് പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ആർക്കും അനുവദിക്കുന്നില്ല. അതിനർത്ഥം അല്പസമയത്തിനുള്ളിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അവിടെ കൊണ്ടുവരാൻ പോകുന്നു. അവിടെ ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ നടപടികൾ പൂർത്തിയാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്ത് 10:30 ആം ആദ്മി പാർട്ടി നൽകിയിരിക്കുന്ന ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. സുപ്രീം കോടതിയിൽ ആ ഹർജി മെൻഷൻ ചെയ്യാനായിട്ട് അഭിഷേക് മനു സിംഗ്വിയുടെ നേതൃത്വത്തിലായിരിക്കും നടപടികൾ ഉണ്ടാകുക. അഭിഷേക് മനു സിംഗ്വിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ആം ആദ്മി പാർട്ടിയുടെ കേസുകൾ, അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് വരുന്നത്. അതുകൊണ്ട് അവർ ആ കോടതിയിൽ അക്കാര്യം വ്യക്തമാക്കും. ഡൽഹി ഹൈക്കോടതി ഇന്നലെ അദ്ദേഹത്തിന് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം നൽകാനായിട്ട് ആം ആദ്മി പാർട്ടി ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പ്രൊട്ടക്ഷൻ നൽകണം എന്നുള്ളതാണ്. പക്ഷേ ആ വാദത്തെ ഡൽഹി ഹൈക്കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല അതിന് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ ലഭിക്കാത്ത വാദം എന്ന വിലയിരുത്തൽ കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അവിടെയും അഭിഷേക് മനു സിംഗ്വി ആയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ പ്രതിനിധീകരിച്ചത്. ഇന്ന് അദ്ദേഹം ഈ തീരുമാനത്തിനെതിരെ, ഡൽഹി ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തിനെതിരെ, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് എതിരെ, ഒപ്പം അദ്ദേഹത്തിൻ്റെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചു എന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങളായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ അഭിഷേക് മനു സിംഗ്വി ഉയർത്താനായിട്ട് പോകുന്നത്. കേസ് അടിയന്തരമായിട്ട് കേൾക്കണം എന്ന വാദം സുപ്രീം കോടതി എങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇന്നത്തെ അഥവാ ആം ആദ്മി പാർട്ടിയുടെ ഇനിയുള്ള രാഷ്ട്രീയ സാധ്യതകൾ നിലനിൽക്കുന്നത്. രണ്ട് സാഹചര്യങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകും. അതിൽ ഒന്ന് അരവിന്ദ് കെജ്രിവാളിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളത്, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് പ്രൊട്ടക്ഷൻ നൽകാത്ത വിധത്തിലേക്കുള്ള നടപടികൾ ആകും സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാവുക. അരവിന്ദ് കെജ്രിവാളിന് പ്രൊട്ടക്ഷൻ നൽകാനാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യ മുന്നണിക്ക് രാജ്യത്ത് ആകെയുള്ള ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഒക്കെ BJPക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് അത് മാറുന്ന ഒരു അവസ്ഥയാകും ഉണ്ടാവുക. അഥവാ പ്രൊട്ടക്ഷൻ നൽകുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ അത് BJP അടക്കമുള്ള പാർട്ടികൾക്ക് ആയുധമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കും. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന് രാജി സന്നദ്ധതയിലേക്ക് അദ്ദേഹത്തെ